ധനകാര്യ വകുപ്പിൽ നിന്ന് വെയ്സ് ആൻഡ് മീൻസ് ക്ലിയറൻസ് ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. കൃത്യമായ കണക്കുകൾ നാളെ വിശദമായിട്ട് പറയും. ഇപ്പോൾ കുറെ കണക്കുകളുണ്ട്. നമുക്ക് പൊതുവിൽ നമ്മുടെ പ്ലാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്ലാനും ഒക്കെ 100% കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് പ്ലാനിലും നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ വിശദമായ കണക്ക് നാളെ ഇന്ന് ടാലി ചെയ്ത് തരാം. പക്ഷെ ഒരു 10-24,000 കോടി രൂപയ്ക്കടുത്ത്, അതും കൃത്യമായി വരേണ്ടതാണ്. 24,000 കോടി രൂപയ്ക്കടുത്തെങ്കിലും ഇതിലധികം ഈ മാസം മാർച്ച് മാസം മാത്രം സംസ്ഥാന ട്രഷറിയിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ വരേണ്ട തുകയാണ്. അത്രയും ഈ മാസം മാത്രം പോയിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി മാനേജ് ചെയ്തു. കഴിഞ്ഞ ദിവസമൊക്കെ 10,000-കണക്കിന് ബില്ലുകളാണ്. ബില്ലുകളുടെ തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ കണക്കുകൾ അനുസരിച്ചിട്ട് മിനിഞ്ഞാന്ന് മാത്രം 26,000 ബില്ലുകളാണ് പാസ്സാക്കി കൊടുത്തത്. ഈ എന്തുകൊണ്ടാണ് ബില്ലുകൾ നേരത്തെ പോസ് ചെയ്യുന്ന വർഷം 26,000 ബില്ലുകളാണ്. ഇപ്പോൾ ഓരോ ദിവസവും അങ്ങനെ ആയിരക്കണക്കിന് ബില്ലുകൾ പാസ്സാക്കിയിട്ടുണ്ട്. 24,000 കോടിയെങ്കിലും മാർച്ച് മാസത്തിലെ ഔട്ട്ഫ്ലോ കഴിയും. ചില അതിൽ മേലിട്ട് വരും. ഇന്ന് വൈകിട്ട് ബാക്കി കണക്കുകൾ എടുത്തതിന് ശേഷം ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും അതിന് പൂർണ്ണമായ വിവരം അറിയുള്ളൂ. അത്രയും പണം ചെലവായിട്ടുണ്ട്. നേരത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഗവൺമെന്റിന്റെ അവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥ തന്നെയാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു സ്ഥിതിയല്ല. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ വർഷമൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ട് ഉണ്ട്. ഇപ്പോഴും എല്ലാ പ്രതിസന്ധി മാറിയിട്ടില്ല, കിട്ടാനുള്ള പണം കിട്ടിയിട്ടില്ല. എങ്കിലും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നൽകാനും കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ പണം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ട്രഷറി ഉദ്യോഗസ്ഥന്മാർ വളരെ ഓവർ ടൈം ജോലി ചെയ്ത് തന്നെയാണ് ഇത് എത്തിക്കുന്നത്. നമ്മുടെ ഫിനാൻസ് വിങ്, ഫിനാൻസിന്റെ വിവിധ വകുപ്പുകൾ, ഫിനാൻസിലെ തന്നെ വിവിധ സെക്ഷനുകൾ, എല്ലാ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ വലിയ പ്രവർത്തനം നടത്തിയിട്ട് ഒരു വർഷം ആകെ നടത്തുന്നതിന്റെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് മാർച്ച് 31 വരുന്ന സാമ്പത്തിക വർഷമാണ്. അപ്പോൾ അത് 29 തന്നെ പൂർത്തീകരിച്ചു. നന്നായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. വിശദമായ കണക്കുകൾ പിന്നാലെ എത്തിച്ചു തരാം. നമ്മൾ പറഞ്ഞത് നമുക്ക് ലഭിക്കേണ്ട പണത്തിന്റെ വലിയൊരു ഭാഗം ലഭിക്കുന്നില്ല എന്നുള്ള കണക്കുകൾ കറക്റ്റാണ്. പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ സാഹചര്യമുള്ള സംസ്ഥാനങ്ങൾ പോലും അവർ വലിയ പ്രതിസന്ധി നേരിടുന്നു. ആ സംസ്ഥാനങ്ങളൊക്കെ മിസ്മാനേജ്മെന്റ് ആണെന്ന് പറയാൻ കഴിയില്ല. ആ സംസ്ഥാനങ്ങൾക്കൊക്കെ ഒറ്റ പ്രത്യേകതയേ ഉള്ളൂ, അത് BJP ഇതര സംസ്ഥാനങ്ങളാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൃത്യമായ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലുള്ള അനുഭവങ്ങൾ ഉൾപ്പെടെ പറയുന്നു. ഞാൻ പറഞ്ഞത് ലോകത്ത് തന്നെ ഒരു സാമ്പത്തിക എക്കണോമിക് റിസഷന്റെ സാധ്യത പറയുന്നുണ്ട്. ഇതിനൊക്കെ വ്യത്യസ്തമായി അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾ, ഇറക്കുമതി കയറ്റുമതി നിയമങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനൊരു സാഹചര്യത്തിൽ കേരളത്തിൽ പ്രളയവും കോവിഡും എല്ലാം കഴിഞ്ഞ് അതിന്റെ കൂടെ നമുക്ക് വ്യത്യസ്തമായി നേരിട്ട കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ദേശീയ തലത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ധനകാര്യ കമ്മീഷന്റെ വിഹിതം കുറഞ്ഞതിന്റെ ഒരു പ്രശ്നം ഉണ്ട്. നിങ്ങൾക്കറിയുന്നതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. പിന്നെ കിഫ്ബിയുടെ പേരിലും പെൻഷൻ കമ്പനിയുടെ പേരിലും എടുത്ത നമ്മൾ നേരത്തെ ബോറോയിങ്, സംസ്ഥാനത്തിന്റെ ബോറോയിങ്ങായി വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായി വലിയ തോതിൽ ഓരോ വർഷവും പണലഭ്യത കുറഞ്ഞു. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മെച്ചപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പത്രപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളും കാര്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. വലിയ തോതിലുള്ള പരാതികൾ, ഒറ്റപ്പെട്ട ചില പരാതികളൊന്നും എവിടെയും കാണില്ലെന്നല്ല, എന്നാലും അത് ട്രഷറി മാനേജ് ചെയ്യുന്നതിനകത്തൊരു ഗുണമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 1-2 ട്രഷറികളിൽ നമുക്ക് ബില്ലുകൾ സമയത്ത് എത്തി, അത് എല്ലാം കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സിസ്റ്റത്തിന്റെ പ്രശ്നമായിരിക്കും. 1-2 സ്ഥലങ്ങളിൽ വലിയ പ്രശ്നമുണ്ടായി, ബില്ലുകളെല്ലാം കൂടി ചെന്ന് ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്ത. അത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. എങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോലും ഉണ്ടായില്ല. ചില സ്ഥലത്ത് സമയത്ത് ഒറ്റപ്പെട്ട കേസുകളുണ്ട്. അവർക്ക് 5 മണി വരെ കൊടുക്കണം, 5 മണിക്ക് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ലാസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാലുള്ള പ്രശ്നം പോലെ. അതൊക്കെ പിന്നീട് പരിഹരിക്കുന്നതാണെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഒറ്റപ്പെട്ട ചില സംഗതികളാണ്. അപ്പൊ പൊതുവിൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ട്രഷറി മാനേജ്മെന്റ് നന്നായി നടത്തിയിട്ടുണ്ട്. നാളെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ എടുത്തു തരുമ്പോൾ, ഇന്ന് എടുത്തു തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അതിന്റെ എല്ലാ മേഖലയിലും എത്ര നടന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, അസംബ്ലിയിൽ ആവർത്തിച്ച് പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടത്ര പൈസ പോലും കൊടുക്കുന്നില്ല എന്നുള്ളത്. അത് 100% അല്ല, അതിലധികവും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് 70% കൊടുത്തിട്ടുള്ളൂ, 60% കൊടുത്തിട്ടുള്ളൂ എന്ന് പ്രതിപക്ഷം നിരന്തരമായി പറയുന്നുണ്ടായിരുന്നു നിയമസഭയിൽ. നിങ്ങൾ കേട്ടതാണ്. 3-4 ദിവസം മുമ്പ് വരെ നിയമസഭയിൽ ചർച്ച നടന്നതാണ്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, ട്രഷറി കണക്കുകൾ അനുസരിച്ച് ഡീറ്റെയിൽസ് വരും. ട്രഷറി എന്നുള്ള ഔട്ട്ഫ്ലോ ആണ് നമ്മൾ നോക്കുക. ഞാൻ പറയുന്നത് ട്രഷറിയിലെ ഔട്ട്ഫ്ലോ ആണ്. ട്രഷറി എന്നുള്ള ഔട്ട്ഫ്ലോ നോക്കുമ്പോൾ 100%-ലധികം ആ വകുപ്പുകളിലൊക്കെ തദ്ദേശ സ്വയംഭരണത്തിനുൾപ്പെടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടിക്കാഴ്ച എപ്പോഴും ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തോടുകൂടിയാണ് അത്തരം കാര്യങ്ങൾ കാണുന്നത്. അതേസമയം ഇവിടെ ഇപ്പൊ നമുക്ക് സാധാരണഗതി ലഭിക്കേണ്ട പണം കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ലഭിക്കേണ്ട പണം എന്ന് പറഞ്ഞാൽ
ഏറ്റവും അവസാനം കിട്ടേണ്ടത് 2 ബോറോയിങ് ആയിരുന്നു. മേജർ ബോറോയിങ് ആണ്. ആ ബോറോയിങ് നമുക്ക് ലഭിക്കല്ലാതെ വേറെ അതിന് അഡീഷണൽ ആയിട്ട് വേറെ പണമൊന്നും വരുന്ന കാര്യമില്ല. പക്ഷേ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുമായി നല്ല ബന്ധം വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേസമയം രാഷ്ട്രീയമായി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യത്യസ്തതയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും. മുഖ്യമന്ത്രി ഒരു കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു. അതിനകത്ത് പ്രത്യേക ഒരു മെമ്മോറാണ്ടം വെച്ചുള്ള ചർച്ചയായിരുന്നില്ല, പൊതുകാര്യങ്ങൾ സംബന്ധിച്ച് പറയുകയാണ് ചെയ്തത്. എപ്പോഴും സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം വളരെ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഇപ്പം നാഷണൽ ഹൈവേയുടെ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം പറഞ്ഞ കാര്യങ്ങൾ പലതും നമ്മൾ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളോട് കാണിച്ചത് ജസ്റ്റിസ് അല്ല. 6000 കോടി രൂപ ആകെ നാഷണൽ ഹൈവേ സ്ഥലമെടുക്കുന്നതിന്റെ 25% കേരളം കൊടുക്കേണ്ടി വന്നു. അത് ശരിയല്ല, അത് തിരിച്ചു തരണം. മറ്റൊരു സംസ്ഥാനത്തിനും അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് ടു ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റ് ടു ഗവൺമെന്റും ഒക്കെ നല്ല റിലേഷൻഷിപ്പാണ്. അതാണ് കൊണ്ടുവന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. കേന്ദ്രവുമായി നടത്തിയ സംസാരത്തിനകത്ത് ധാരാളം പണം ഇനിയും കേരളത്തിന് കിട്ടാനുണ്ട്. അവരുടെ പല നയങ്ങളുമായിട്ട് ഞങ്ങൾക്ക് തർക്കം നിൽക്കുന്നുണ്ട്. ആ റിസർവേഷനൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നയം മാറ്റണമെന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെ ദൈനംദിന കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കുക എന്നുള്ളത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യമാണ്. ഇപ്പൊ ഇന്നലെ തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായ മറുപടി അടുത്ത ദിവസം തരണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അത് ചോദിച്ചതിനകത്ത് മറുപടി പറഞ്ഞത് വേറെ ചില കാര്യങ്ങളാണ്. കേരളത്തിന് ധാരാളമായി സഹായിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞു. അങ്ങനെ അഭിപ്രായം ഞങ്ങൾക്കില്ല. കേരളത്തിന് പൊതു നയത്തിന്റെ ഭാഗമായി കൂടുതൽ കാര്യങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്നുള്ള കാര്യം അവിടെയുണ്ട്. അതേസമയം ജനറലി ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും നല്ലതുപോലെ ആ ബന്ധം ശക്തമാക്കി തന്നെയാണ് പോകുന്നത്.